വില്ലേജ് ലൈറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു ബന്ധം പെട്ടെന്ന് അവസാനിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഒരാൾ മറ്റൊരു വ്യക്തിയെ ഒഴിവാക്കുമ്പോൾ അതിനു പിന്നിൽ പല മനഃശാസ്ത്രപരമായ കാരണങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ഒഴിവാക്കുമ്പോൾ ആ തീരുമാനം പലപ്പോഴും വൈകാരികവും വ്യക്തിപരവുമായ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അത്തരത്തിലുള്ള ചില പ്രധാന കാരണങ്ങളാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായി, വൈകാരികമായ പൊരുത്തമില്ലായ്മ. ഒരു ബന്ധത്തിൻ്റെ ആണിക്കല്ല് വൈകാരികമായ പൊരുത്തമാണ്. എന്നാൽ കാലക്രമേണ ഈ പൊരുത്തം നഷ്ടപ്പെടാം. ഒരു പങ്കാളിക്ക് കൂടുതൽ വൈകാരികമായ പിന്തുണയും ശ്രദ്ധയും ആവശ്യമുള്ളപ്പോൾ മറ്റേയാൾക്കത് നൽകാൻ കഴിയാതെ വരാം. ഈ അവസ്ഥയിൽ വൈകാരികമായ അകൽച്ച ഉടലെടുക്കുന്നു. തൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ പങ്കാളിക്ക് കഴിയുന്നില്ല എന്ന് ഒരു സ്ത്രീക്ക് തോന്നുമ്പോൾ ആ ബന്ധം അവൾക്കൊരു ഭാരമായി മാറാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ആശയവിനിമയത്തിലെ വിടവുകൾ വളരെ വലുതായിരിക്കും. തൻ്റെ പ്രശ്നങ്ങളോ സന്തോഷങ്ങളോ പങ്കിടാൻ കഴിയാത്ത ഒരു ബന്ധം ശൂന്യമായി അവൾക്ക് അനുഭവപ്പെടാം. ഉദാഹരണത്തിന്, തൻ്റെ വിഷമങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് നിസ്സാരമായി തള്ളിക്കളയുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ആ ബന്ധത്തിൽ താൻ ഒറ്റയ്ക്കാണെന്ന് അവൾക്ക് തോന്നാം. ഇത് വൈകാരികമായ ബന്ധത്തെ പൂർണ്ണമായും തകർക്കുന്നു. പലപ്പോഴും ഈ പൊരുത്തക്കേടുകൾ പെട്ടെന്നുണ്ടാകുന്നതല്ല. ബന്ധത്തിൻ്റെ തുടക്കത്തിൽ കാണുന്ന ആവേശവും ആകർഷണവും കുറയുന്നതിനനുസരിച്ച് ഈ പ്രശ്നങ്ങൾ പുറത്തു വരുന്നു. ഇത് മനസ്സിലാക്കുമ്പോൾ തൻ്റെ വൈകാരികമായ ആവശ്യങ്ങൾ ഈ ബന്ധത്തിൽ നിറവേറില്ല എന്ന് അവൾ തിരിച്ചറിയുന്നു. അതോടെ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് ഒഴിവാക്കുന്നതാണെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങും. രണ്ടാമതായി, ജീവിതത്തിലെ മുൻഗണനകൾ മാറുന്നത്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ട്. കൗമാരത്തിൽ സ്വപ്നങ്ങൾ മാത്രമായിരിക്കാം മുൻഗണന. എന്നാൽ മുതിർന്ന ശേഷം കരിയർ, കുടുംബം, സാമ്പത്തിക ഭദ്രത തുടങ്ങിയ പല കാര്യങ്ങളും പ്രധാനമാകും. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഇത്തരം മുൻഗണനകൾ മാറുന്ന ഒരു ഘട്ടത്തിൽ തൻ്റെ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത ഒരു വ്യക്തിയെ അവൾക്ക് ഒഴിവാക്കേണ്ടി വന്നേക്കാം. ഉദാഹരണത്തിന്, ഒരു സ്ത്രീക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനോ അല്ലെങ്കിൽ കരിയറിൽ വലിയ വിജയങ്ങൾ നേടാനോ ആഗ്രഹമുണ്ട്. എന്നാൽ പങ്കാളി അതിന് പിന്തുണ നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം നൽകാതിരിക്കുകയോ ചെയ്യുമ്പോൾ ആ ബന്ധം തൻ്റെ സ്വപ്നങ്ങൾക്ക് തടസ്സമാണ് എന്ന് അവൾക്ക് തോന്നാം. ഇത്തരം സാഹചര്യങ്ങളിൽ തൻ്റെ ജീവിത ലക്ഷ്യങ്ങളെ ബഹുമാനിക്കാത്ത ഒരു ബന്ധം നിലനിർത്തേണ്ടതില്ല എന്ന് അവൾ തീരുമാനിച്ചേക്കാം. ഈ മാറ്റങ്ങൾ പരസ്പരം മനസ്സിലാക്കി സംസാരിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. രണ്ടു പേരുടെയും ലക്ഷ്യങ്ങൾ വ്യത്യസ്ത ദിശകളിലേക്ക് നീങ്ങുമ്പോൾ ഒന്നിച്ചു മുന്നോട്ടു പോകുന്നത് അസാധ്യമായി മാറിയേക്കാം. ഈ ഘട്ടത്തിൽ ബന്ധം അവസാനിപ്പിക്കുന്നതാണ് തൻ്റെ ഭാവിക്കും സന്തോഷത്തിനും നല്ലത് എന്ന് അവൾക്ക് തോന്നും. മൂന്നാമതായി, വിശ്വാസക്കുറവ്. വിശ്വാസം എന്നത് ഏതൊരു ബന്ധത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അത് നഷ്ടപ്പെട്ടാൽ ആ ബന്ധം നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പങ്കാളിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് ബന്ധത്തിൻ്റെ എല്ലാ തലങ്ങളെയും ബാധിക്കും. ചെറിയ സംശയങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളായി മാറിയേക്കാം. മുൻപ് നടന്ന വഞ്ചനയോ പങ്കാളിയുടെ സംശയാസ്പദമായ പെരുമാറ്റമോ വിശ്വാസക്കുറവിന് കാരണമായി തീരാം. ഒരു നുണയോ രഹസ്യമായ ഒരു കാര്യങ്ങളോ പോലും ഒരു സ്ത്രീക്ക് പങ്കാളിയോടുള്ള വിശ്വാസം പൂർണ്ണമായും ഇല്ലാതാക്കാൻ മതിയാകും. വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ബന്ധത്തിൽ അവൾക്കൊരിക്കലും സുരക്ഷിതത്വം തോന്നുകയില്ല. ഓരോ വാക്കിലും പ്രവൃത്തിയിലും അവൾക്ക് സംശയം തോന്നും. ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിൽ ജീവിക്കുന്നത് വളരെ കഠിനമാണ്. നിരന്തരമായ അരക്ഷിതാവസ്ഥയും ഉത്കണ്ഠയും ഒരു സ്ത്രീയുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. ഈ വേദന സഹിക്കുന്നതിനേക്കാൾ നല്ലത് ആ ബന്ധം ഒഴിവാക്കുന്നതാണ് എന്ന ചിന്തയിലേക്ക് അവൾ എത്തിച്ചേരുന്നു. നാലാമതായി, വ്യക്തിപരമായ പ്രശ്നങ്ങൾ. നമ്മുടെ മാനസികാവസ്ഥയും വ്യക്തിപരമായ പ്രശ്നങ്ങളും ബന്ധങ്ങളെ സ്വാധീനിക്കാറുണ്ട്.
ഒരു സ്ത്രീ വിഷാദം, ഉത്കണ്ഠ അല്ലെങ്കിൽ മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ഒരു ബന്ധം നിലനിർത്തുന്നത് അവൾക്ക് വളരെ പ്രയാസകരമായിരിക്കും. കാരണം ഇത്തരം അവസ്ഥകളിൽ സ്വന്തം കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കാൻ അവൾക്ക് കഴിയുകയില്ല. പലപ്പോഴും ഈ പ്രശ്നങ്ങൾ പങ്കാളിയുമായി പങ്കുവയ്ക്കുവാൻ അവൾക്ക് കഴിഞ്ഞു എന്ന് വരികയില്ല. താൻ ഒരു ഭാരമായി മാറുമോ എന്ന ഭയം കാരണം അവൾ സ്വയം ഒതുങ്ങിയേക്കാം. തൻ്റെ പ്രശ്നങ്ങളെ പങ്കാളിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് അവൾക്ക് തോന്നുമ്പോൾ ആ ബന്ധം കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുന്നതായി അവൾക്ക് അനുഭവപ്പെടാം. ഈ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി അവൾ ബന്ധത്തിൽ നിന്ന് പിന്മാറിയേക്കാം. സ്വയം ഒരു ഇടവേളയെടുത്ത് സ്വന്തം മാനസികാരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയും അവൾക്കൊരു ബന്ധം ഒഴിവാക്കേണ്ടി വന്നേക്കാം. തൻ്റെ പ്രശ്നങ്ങളെ നേരിടാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നും. അത്തരം സമയങ്ങളിൽ പങ്കാളിയുമായി അകലുന്നത് മാനസികമായി കൂടുതൽ സൗകര്യപ്രദമായി അവൾക്ക് അനുഭവപ്പെട്ടേക്കാം. അഞ്ചാമതായി, താല്പര്യക്കുറവ്. ഒരു ബന്ധത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ആകർഷണം എപ്പോഴും നിലനിൽക്കണമെന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും ഈ താല്പര്യം കുറയാം. ഇത് പലപ്പോഴും ഹോർമോൺ വ്യതിയാനങ്ങൾ, ജീവിതത്തിലെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ പരസ്പരം കൂടുതൽ അടുക്കാൻ കഴിയാത്ത അവസ്ഥകൾ എന്നിവ കാരണം സംഭവിക്കാം. താല്പര്യം കുറഞ്ഞ ഒരു ബന്ധത്തിൽ പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം കുറയും. സംസാരവും സ്നേഹപ്രകടനങ്ങളും ഇല്ലാതാകും. തൻ്റെ പങ്കാളിക്ക് തന്നോടുള്ള താല്പര്യം നഷ്ടപ്പെട്ടെന്ന് ഒരു സ്ത്രീക്ക് മനസ്സിലാകുമ്പോൾ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അർത്ഥരഹിതമാണ് എന്ന് അവൾക്ക് തോന്നും. ഈ അവസ്ഥയിൽ ആ ബന്ധം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് അവൾ തീരുമാനിക്കാം. ഇതൊരു വ്യക്തിപരമായ പ്രശ്നമല്ല, മറിച്ച് ബന്ധത്തിലെ ഒരു മാറ്റമാണ്. ഈ മാറ്റം കാരണം തനിക്ക് വേണ്ടത്ര സ്നേഹവും ശ്രദ്ധയും ലഭിക്കുന്നില്ല എന്ന് ഒരു സ്ത്രീ തിരിച്ചറിയുമ്പോൾ അവൾ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കും. തൻ്റെ ജീവിതത്തിൽ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയുമായി മുന്നോട്ട് പോകുന്നത് കൂടുതൽ വേദന നൽകുമെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ആറാമതായി, ജീവിതത്തിലെ ലക്ഷ്യങ്ങളിലുള്ള വ്യത്യാസം. രണ്ട് വ്യക്തികൾ ഒരുമിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് പൊതുവായ ചില ലക്ഷ്യങ്ങളോ കാഴ്ചപ്പാടുകളോ ഉണ്ടായിരിക്കണം. എന്നാൽ പങ്കാളികൾ തമ്മിലുള്ള ദീർഘകാല ലക്ഷ്യങ്ങളിൽ വലിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാകും. ഉദാഹരണത്തിന്, ഒരാൾക്കൊരു കുടുംബം ഉണ്ടാക്കാനും കുട്ടികൾ വേണമെന്നുമൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരിക്കുമ്പോൾ മറ്റേയാൾക്ക് അത്തരം ഉത്തരവാദിത്തങ്ങളിൽ താല്പര്യമില്ല എങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. ഇത്തരത്തിൽ വ്യത്യസ്തമായ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളവർക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അവർക്കിടയിലും തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ലക്ഷ്യങ്ങളിലെ ഈ വ്യത്യാസം മനസ്സിലാക്കുമ്പോൾ തൻ്റെ ഭാവിയും സന്തോഷവും ഈ ബന്ധത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ഒരു സ്ത്രീ തിരിച്ചറിയുന്നു. അത്തരം സാഹചര്യത്തിൽ തൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരാൻ വേണ്ടി അവൾ ആ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കും. കാരണം തൻ്റെ ലക്ഷ്യങ്ങളെ ബഹുമാനിക്കാത്ത ഒരു ബന്ധത്തിൽ അവൾക്ക് ഭാവി കാണാൻ കഴിയുന്നില്ല. ഏഴാമതായി, വ്യത്യസ്തമായ സാഹചര്യങ്ങൾ. ചിലപ്പോൾ വ്യക്തിപരമായ കാരണങ്ങളോ മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങളോ ആയിരിക്കില്ല ഒരു ബന്ധം അവസാനിപ്പിക്കാൻ കാരണം, മറിച്ച് നിയന്ത്രിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളായിരിക്കാം. ഉദാഹരണത്തിന്, ദൂരേക്ക് താമസം മാറുക, അല്ലെങ്കിൽ ജോലിക്കായി മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടി വരിക തുടങ്ങിയ സാഹചര്യങ്ങൾ ഒരു ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാം. ദൂരെയുള്ള ബന്ധങ്ങളിൽ ആശയവിനിമയത്തിലെ കുറവ് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. നേരിട്ട് കാണാനും സംസാരിക്കാനും കഴിയാത്തപ്പോൾ പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം കുറയുന്നു. ഇത് സ്വാഭാവികമായ ഒരു അകൽച്ചയ്ക്ക് കാരണമായി തീരുന്നു. ഈ അകൽച്ച കാരണം അവർക്കിടയിലുള്ള സ്നേഹം പതിയെ ഇല്ലാതാകാം. ഇത്തരം സാഹചര്യങ്ങളിൽ ബന്ധം തുടരുന്നത് രണ്ടുപേർക്കും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായി അവർക്ക് മനസ്സിലാകും. തൻ്റെ ജീവിതത്തിലെ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ വേണ്ടി അവൾക്ക് ആ ബന്ധം ഒഴിവാക്കേണ്ടി വന്നേക്കാം. ഇതൊരു ദുഃഖകരമായ തീരുമാനമാണെങ്കിലും ചിലപ്പോൾ അത് അനിവാര്യമായി തീരുന്നു. ഈ കാരണങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുവാൻ സഹായിക്കും. ഒരു ബന്ധം അവസാനിക്കുമ്പോൾ അതിൻ്റെ കാരണം ഒരാളുടെ കുറ്റമായി മാത്രം കാണാതെ അതിനു പിന്നിലെ മനഃശാസ്ത്രപരമായ കാരണങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓരോ ബന്ധവും ഓരോ അനുഭവമാണ്. ഈ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും.
വില്ലേജ് ലൈറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നു എന്ന് കരുതുന്നു. എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.